ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമുക്ക് അധികം ഇങ്ങനെ കാണാനായിട്ട് പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര. ഇതുപോലെ പച്ചപ്പും ഇതുപോലെ രണ്ട് സൈഡിൽ പാടമൊക്കെ ആയിട്ട് ഇതുപോലെ നടുവിലൂടെയുള്ള ഒരു കുഞ്ഞു റോട്ടിലൂടെയുള്ള ഒരു യാത്ര, ഇതേപോലത്തുള്ള യാത്രകളും അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് അധികം കാണാനായിട്ട് പറ്റാറില്ലല്ലോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു അമ്പലം കുറച്ച് ഫേമസ് ആണ്. നമ്മുടെ എബ്രഹാം ഓസ്ലർ സിനിമ, അതുപോലെ ആൻമരിയ കലിപ്പിലാണ്, അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അത്. കണ്ടോ, ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലും പാടവും അതിന്റെ നടുവിലൂടെയുള്ള ഈ ഒരു കുഞ്ഞു റോട്ടിലൂടെ വേണം നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് എത്താനായിട്ട്. നാട്ടിൽ വന്ന ദിവസം നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു. അങ്ങനെ അതിന്റെ തൊട്ടടുത്ത ദിവസം നോക്കിയപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാതെ കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയതായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് തന്നെയായിരിക്കും. ഇത് നമ്മൾ തന്നെ പണിതിട്ടുള്ള ഒരു ചെറിയൊരു കുളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം വലിയൊരു വലിപ്പമില്ലാത്തതുകൊണ്ടാണ് ഒരു കുഞ്ഞൊരു ചെറിയൊരു രീതിയിൽ ഒരു കുളം പോലെ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പണിതിട്ട് ഇപ്പോൾ ഒരു 10-11 വർഷം എന്തായാലും ആയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു ഇതൊക്കെ പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫേമസ് എന്ന് പറയുമ്പോൾ അത്ര നല്ല രീതിയിലല്ല, വേറെ ഒന്നല്ല, നമ്മുടെ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ വർഷം നടന്നിട്ടില്ലല്ലോ. അപ്പം അതിന് കാരണം ഉണ്ടായത് ആ ഒരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായ സ്ഥലം, അതായത് മുണ്ടത്തിക്കോട് അടുത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. ഹസ്ബൻഡിന്റെ അവരുടെ തറവാട് വീട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ തറവാടിന്റെ വീടിന്റെ ഈ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഈ ഒരു അടുക്കള കിണറിന്റെ ആ ഒരു ഭാഗം മാത്രം. അപ്പോൾ അവരൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ ഇവിടെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ വീട് വെച്ചതും അങ്ങോട്ടേക്കൊക്കെ മാറിയത്. അപ്പോൾ ഈ ഒരു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു സമയത്ത് കുറച്ചും കൂടി ഇവിടെ അതിന് മുന്നേ ഇങ്ങനെ വെയിൽ കെട്ടിയിട്ടുള്ളതായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ മതിലൊക്കെ കെട്ടി. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു കുളം പോലെ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള കുറേ മീനുണ്ട്. ഇപ്പം നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ പാടവും ഇതൊക്കെ ആയതുകൊണ്ട് അതിൽ നിന്നൊക്കെ കയറിയിട്ടുള്ളതായിരിക്കാം. ഒരുപാട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ അതിലുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം ഇതിലേക്ക് വേണമെങ്കിൽ ഇറങ്ങാനായിട്ട് പറ്റും. കാരണം ഇതുപോലെ ആ കല്ല് കെട്ടിയിട്ടുള്ള സ്ഥലം ഇതുപോലെ അടിയിലേക്ക് അങ്ങനെ ഒരു 5-6 സ്റ്റെപ്പും കൂടി അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൈറ്റ് വരെയുള്ള വെള്ളത്തിലിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നീന്തലും അറിയാത്ത കാരണം നമുക്കങ്ങനെ ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ നമുക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയാത്ത കാരണം ഇറങ്ങാനുള്ള ധൈര്യമില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് വെള്ളത്തിലൊന്ന് വെറുതെ ഒന്ന് കാലെങ്കിലും ഇങ്ങനെ നനയ്ക്കാന്നുള്ള രീതിയിൽ ഞാനൊന്ന് പതുക്കെ ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി നിന്നോട്ടോ. അപ്പോൾ ഇതുപോലെ 4-5 കല്ല് അതിൻ്റെ താഴേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഹൈറ്റ് വരെ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങാൻ നിന്നില്ല. പക്ഷെ എന്നാലും വെറുതെ ഒന്ന് കാലൊക്കെ ഇട്ടുന്നു ഇതുപോലെ ഒന്ന് നനച്ചു. ഇത് പണിതിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതിൽ ആമ്പലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റോസ് കളറിൽ, വൈറ്റ് കളറിലല്ല, ഒരു വേറൊരു കളറിലുള്ള ആമ്പലുണ്ടാവുന്ന ആമ്പൽ പൂവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചെടിയൊക്കെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഒരു പൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുതിയ പൂവൊന്നും ഉണ്ടാവാത്ത കാരണം പിന്നെ അത് അധിക കാലം നിർത്തിയില്ല. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നെങ്കിലും പിന്നെ മഴ അങ്ങോട്ട് തുടങ്ങി. ഇവിടെ അങ്ങനെയാണ്, പെട്ടെന്ന് ഇങ്ങനെ മഴ വരികയും ചെയ്യും. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ മഴ ഇവിടെയാണോ പെയ്തതെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ വെയിലും വരും. ഹസ്ബൻഡിൻ്റെ തറവാട് ഇവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ വീടായിട്ട് ഇപ്പോൾ ഇല്ല. എന്നാലും ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഇപ്പോഴും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് കയറി നിൽക്കാനും അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മഴ പെയ്ത സമയത്ത് നമ്മൾ നേരെ അങ്ങോട്ട് വേഗം കയറി നിന്നു. ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ രണ്ടാളും കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ മഴയൊക്കെ അങ്ങനെ പോയിട്ട് അപ്പോൾ ഒരു കിളിക്കൂടൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് ഇവിടെ ഓരോ സാധനങ്ങളും, ഓരോ ചെടികളും, ഓരോ മരങ്ങളും, ഓരോ പൂക്കളും പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ ഓരോന്ന് എന്താണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. കാരണം അവരവിടെ ഇതൊക്കെ ഇങ്ങനെ ബുക്സിലും അല്ലെങ്കിൽ എന്താ പറയുക ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അതുപോലെ ചക്ക ഉണ്ടാവുന്നത് എവിടെയാണ്, അതുപോലെ മാങ്ങ എങ്ങനെയാണ്, തെങ്ങ്, കോക്കനട്ട് ട്രീ എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും കോക്കനട്ട് ട്രീ ആണെങ്കിൽ അന്നമ്മ ഇവിടെ വന്ന് കണ്ടപ്പോൾ പനയാണെന്നാണ് പറയുന്നത്, പാം ട്രീ എന്ന്. കാരണം നമ്മൾ അവിടെ കാണുന്നത് പാം ട്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഈ തെങ്ങൊക്കെ കാണുമ്പോൾ പാം ട്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്നാലും അവർക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ, ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു പറമ്പൊക്കെ കാണുന്നത്. കാരണം എനിക്കങ്ങനെ സ്ഥലവും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കൃഷിയോ പറമ്പൊന്നും അങ്ങനെ മുന്നേ കണ്ടിട്ടില്ല. കല്യാണത്തിന് ശേഷമാണ് ഇതുപോലെ ഓരോ ചെടികളാണെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുന്നതും എന്തൊക്കെയാണെന്ന് കുറേ സാധനങ്ങളൊക്കെ പിന്നീട് പഠിക്കണം. മക്കളെ രണ്ടാൾക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്തപ്പോഴേക്കും നല്ല ചെളി പോലെ ആയിട്ടോ. കാരണം ഫുള്ള് നല്ല മൊത്തം മണ്ണാണല്ലോ. അപ്പോൾ നടക്കാനൊക്കെ അത് കാരണം ചെറിയൊരു മടിയൊക്കെ വന്നു. കാരണം കാലുമലിക്കും ചെരുപ്പ് മലിക്കും ഒക്കെ ഇങ്ങനെ നല്ല പോലെ ചെളി പോലെ ഇങ്ങനെ കയറണ കാരണം മഴ പെയ്ത് നനഞ്ഞ വെള്ളം, നനഞ്ഞ മണ്ണായിപ്പോൾ. ഇപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ട്. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ കവുങ്ങും തെങ്ങും അതുപോലെയുള്ള ചെടികളും മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നനയും കാര്യങ്ങളൊക്കെയുള്ള ഒരു പറമ്പായിട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ ആകപ്പാടെ ഇനിയിപ്പോൾ പണ്ടത്തെ ആ ഒരു വീടിൻ്റെ ഭാഗം എന്ന് പറയാനായിട്ട് ഈ കാണുന്ന ഒരു കിണറിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഈ കിണറിനാണെങ്കിൽ നല്ല പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ മഴക്കാലമാണെങ്കിൽ അതിങ്ങനെ നിറഞ്ഞാണ് കിടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ വറ്റാത്ത, പിന്നെ ചുറ്റും പാടമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമായിട്ട് എപ്പോഴും കിടക്കുന്ന ഒരു കിണറാണ്. നമ്മളിതിൽ കുറച്ച് നാൾ മുന്നൊക്കെ മറ്റേ ബ്രാലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മീനൊക്കെ പിടിച്ചൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇപ്പം അതൊന്നുമില്ല. പിന്നെ ഈ ഒരു തൊഴുത്തിൻ്റെ ഒരു സൈഡാണ് ആ കാണുന്ന ഒരു ഷെഡിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഇപ്പോൾ ഒരു വീടിൻ്റെ ഭാഗം എന്ന് പറയാനായിട്ടുള്ളൂ. പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്താ പറയുക, ഇപ്പോൾ അവിടെ ആരും താമസമൊന്നും ഇല്ലാത്ത കാരണം അതൊക്കെ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. പിന്നെ അടുത്തത് കാണിക്കാൻ പോണത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഞങ്ങൾ ഈ മരത്തിനെ വിളിക്കുന്നത് ചക്കുടുമരം എന്നാണ്. സത്യത്തിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വേറൊരു പേരുണ്ട് എന്തായാലും. പക്ഷെ നമ്മൾ ഈ മരത്തിനെ ഇപ്പം എവിടെ കണ്ടാലും വിളിക്കണത് ചക്കുടുമരം എന്നാണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരുവിധം കുറേ വീടുകളിലൊക്കെ ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഗ്രീൻ കളറിലുണ്ട്, പിന്നെ വൈറ്റ് കളറിലുണ്ട്. അത്യാവശ്യം കുറച്ച് എന്താ പറയുക, സ്റ്റാൻഡേർഡ് കൂടിയ ഒരു മരമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചെടിയാട്ടോ. അപ്പം മോനുണ്ടായ സമയത്ത് അവൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇത്രയും വളർന്നു, നല്ല ഹൈറ്റൊക്കെ വെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് ചക്കുടു എന്നായതുകൊണ്ട് ആ മരത്തിന് ഞങ്ങൾ അങ്ങനെ ചക്കുടുമരം എന്ന് പേരിട്ടു. സത്യത്തിൽ ശരിക്കും അതിൻ്റെ പേര് വേറെ എന്തോ ആണ്. ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയില്ല. എപ്പോഴും നമ്മൾ അതിനെ ചക്കുടുമരം എന്ന് വിളിച്ചിട്ട്. മോനുണ്ടായത് 2020 കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 6 വർഷമായി. 6 വർഷം കൊണ്ട് ആ ഒരു മരം ഇത്രയും ഹൈറ്റ് വെച്ചു. പിന്നെ നമുക്ക് എപ്പോഴും ഒരു നെസ്റ്റ് ആണല്ലോ ഈ ഒരു പുളി എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ പുളി നോക്കിയപ്പോൾ നല്ലപോലെ മൂത്ത് നല്ല ഇങ്ങനെ തടിച്ചുരുണ്ട പോലത്തെ പുളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും പിന്നെ ഒന്ന് വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കടിച്ചു നോക്കിയെന്ന് മാത്രം. പിന്നെ നമ്മുടെ പറമ്പിലാണെങ്കിൽ ഈ മഞ്ചാടിക്കുരുവിൻ്റെ മരമാണോ അതോ വള്ളിച്ചെടിയാണോ അത് എനിക്കറിയില്ല. വള്ളിച്ചെടിയാണെന്നാണ് ഇവിടെയൊക്കെ പറയണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഇത് നമ്മുടെ പറമ്പിലേക്ക് നിൽക്കണ കാരണം ആ ഒരു സൈഡിൽ നിറച്ച് ഇതുപോലെ മഞ്ചാടിക്കുരു ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഈ ഒരു പറമ്പിൻ്റെ ഫസ്റ്റ് കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. നടുവിലാണ് ഇങ്ങനെ റോഡ് പോലെ ആക്കിയിട്ടുള്ളത്. അതിലൂടെ കയറി വരുമ്പോൾ ഒരു സൈഡിലാണ് നമ്മുടെ ഈ ഒരു ഷെഡും അതിൻ്റെ ബാക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അടുക്കള കിണറിൻ്റെ ഭാഗമൊക്കെ വരുന്നത്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഈ നിൽക്കുന്ന ഒരു ഷെഡിൻ്റെ ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു ചെറിയ കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ളത്. അങ്ങനെ മഞ്ചാടിക്കുരു കണ്ടപ്പോൾ രണ്ടാൾക്കും നമ്മളിവിടെ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇതുപോലെ ഇത് കണ്ടപ്പോൾ കുറച്ചൊക്കെ പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ രണ്ടാൾക്കും അതിൻ്റെ ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റെഡ് ചെറി ഉണ്ടാവുന്ന സ്ഥലം എന്നൊക്കെയാണ് അന്നമ്മ ചോദിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പറക്കാനായിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പ്. കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഇതുപോലെ കുറച്ചൊക്കെ പറക്കിയെടുത്ത് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ എവിടെയോ ഇട്ട് മറന്നു. അതേപോലെ ഇനിയായിരുന്നു ഇപ്രാവശ്യം. കണ്ടപ്പോൾ നല്ല ആ ഒരു ഇൻട്രസ്റ്റിൽ കുറേയൊക്കെ എടുത്ത് പറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചെന്നുള്ളത് ആൾക്കും ഓർമ്മയില്ല. ഞങ്ങളും പിന്നെ ഇത് എവിടെയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇതിവിടെ ഇങ്ങനെ ഒരുപാട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കുറേ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നതാണ് കേട്ടോ പറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വീണ് കിടക്കുന്നതൊക്കെ ഇങ്ങനെ കുറച്ച് മഴ പെയ്തിട്ടുള്ള കാരണം കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. ഇതിനി എടുത്തിട്ട് വേണം, ഒന്ന് കഴുകിയിട്ട് വേണം ഇനി അത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തു വയ്ക്കാനായിട്ട്. ഞാൻ പറഞ്ഞതാ അമ്മ പറക്കിക്കോന്നിട്ട്. റെഡ് ചെറി കിട്ടി നമ്മൾക്ക്. റെഡ് ചെറി നോക്കട്ടെ കയ്യില് എവിടെ. ഓക്കെ മതി. അന്നമുന്നെ ഇതൊക്കെ പറക്കിയെടുത്തപ്പോൾ ആളെന്തോ വലിയൊരു നിധി കണ്ടുപിടിച്ച സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പനൊക്കെ വിളിച്ചിട്ട് വേഗം കാണിച്ചു കൊടുക്കായിരുന്നു. എൻ്റെ കയ്യിൽ നോക്ക് റെഡ് ചെറി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഭാഗ്യത്തിന് രണ്ടാളും വായിലേക്ക് ഇടാനായിട്ട് നോക്കണില്ല. അത് തന്നെ ഒരു സമാധാനം. കുറച്ചൊക്കെ പറക്കിയെടുത്ത് കൊടുത്തു. കുറച്ച് നമ്മളും അങ്ങനെ എടുത്തൊക്കെ സഹായിച്ചു. ഇനി ഇത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തേക്കാനായിട്ട്. കാരണം അങ്ങനെ മഴ പെയ്തപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിയും ചെളിയൊക്കെ ഒന്നായി. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്ന കുറച്ച് കളക്ഷനാണ് ഈ മഞ്ചാടിക്കുരും അതുപോലെ കുന്നിക്കുരു മയിൽപ്പീലിയൊക്കെ. കുന്നിക്കുരു അങ്ങനെ അധികം കിട്ടാറില്ല. മഞ്ചാടിക്കുരു ഈ പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ എടുത്തു വയ്ക്കാറുണ്ട്. അതൊക്കെ എവിടെയാണോ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ കിട്ടുമ്പോൾ അതൊക്കെ എടുത്തു വയ്ക്കാറ്. അതുപോലെ മയിൽപ്പീലി ആണെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. എന്നിട്ട് പിന്നെ മയിൽപ്പീലിയുടെ ഈ ഓരോ സാധാരണ പറയാതെ ഇങ്ങനെ ബുക്കിൽ വെച്ചാൽ മതി, ഇങ്ങനെ എന്താ പറയുക, ആകാശമൊന്നും കാണാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസവിക്കും, വേറെ മയിൽപ്പീലി വരും എന്നൊക്കെ പറയും. അങ്ങനെ എടുത്തൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ പുതിയ മയിൽപ്പീലി വരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാലും അതിൽ വേറെ ഒന്നും കാണാറില്ല. അങ്ങനെ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലായത്. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ മയിൽപ്പീലിയുടെ ഓരോ നാരിങ്ങനെ പറിച്ചെടുത്തിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ വേറെ പുതിയ പുതിയ മയിൽപ്പീലി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു മയിൽപ്പീലി തന്നെ അതിന് ഓരോ നൂലോ ഓരോ തൂവിലും ഇങ്ങനെ പറിച്ച് അതിനെ കൊളാക്കി ആകെ നശിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ കാലൊക്കെ കഴുകി. കാരണം കാലൊക്കെ കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം ഇനി രണ്ടാളെയും വണ്ടിയിൽ കയറ്റാനായിട്ട്. കാരണം കാലം അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ പോണത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹസ്ബൻഡ് എന്താ പറയുക, അവർ പണ്ട് കാറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ പോയിരുന്ന പള്ളി ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ ആ പള്ളി ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിലേക്കാണ് പിന്നെ പോയത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജനിച്ചു വളർന്ന വീടും സ്ഥലവും അതുപോലെ അവിടുത്തെ നമ്മൾ പണ്ട് പോയിരുന്ന പള്ളിയൊക്കെ നമുക്ക് എന്തായാലും ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ.
അപ്പോൾ എന്തായാലും പള്ളിയിലൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. കയറി കാണാനല്ല, പള്ളിയിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോയ സമയം ഒരു ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പള്ളി. പണ്ടത്തെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കുഞ്ഞൊരു ചെറിയൊരു പള്ളിയായിരുന്നു. ഇപ്പോൾ പുതുക്കി പണിതപ്പോൾ നല്ല ഭംഗിയിൽ ഇപ്പോഴത്തെയൊക്കെ മോഡൽ കാണുന്ന പോലത്തെ ഒരു പള്ളിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വേളാങ്കണ്ണി മാതാവിനോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു പള്ളിയുടെ പുറത്തത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി പള്ളിയാണ് കേട്ടോ. ഇതിന് മുന്നേ പഴയ പള്ളിയായിരുന്ന സമയത്ത് ഞാൻ ഈ പള്ളിയിലേക്ക് ഒരു പ്രാവശ്യം ഇങ്ങോട്ടേ വന്നിട്ടുള്ളൂ, അപ്പാപ്പൻ്റെ കുർബാന ചൊല്ലിക്കലിൻ്റെ ആ ഒരു സമയത്ത് മാത്രം. കാരണം അന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പള്ളി വേറെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ അന്നത്തെ ആ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞൊരു പള്ളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളങ്ങനെ അധികം അങ്ങനത്തെ പള്ളികൾ ഇപ്പോൾ കാണാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പള്ളിയിലൊക്കെ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ പോണത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇവിടുത്തെ ഒരു അമ്പലവും കുറച്ച് ഫേമസ് തന്നെയാണ് കേട്ടോ. കുറേ സിനിമയിലൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ ഒരു ഭാഗം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നതും കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു റോഡാണ്. കാരണം ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കാട്ടിനുള്ളിലൂടെയുള്ള ഒരു യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു റോഡ് വഴി വേണം നമുക്ക് വീട്ടിലേക്കൊക്കെ പോകാനായിട്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറമ്പ് കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും തിങ്കൾ സംഭാരം അത് നിർബന്ധമാണ്. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു തിങ്കൾ സംഭാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് വേറെ ഏതൊരു ബ്രാൻഡിൻ്റെ കഴിച്ചാലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്കിഷ്ടം ആ ഒരു സംഭാരമാണ്. പിന്നെ അത് എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ പറമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ പാടമൊക്കെ കണ്ടിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങി. ഈ പാടത്തിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ പറയാം നമ്മളുടെ അന്നത്തെ ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായത് ആ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ. എപ്പോഴും ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങൊക്കെ ഇങ്ങനെ കത്തിക്കരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണതായിട്ടൊക്കെ കണ്ടു. ആ ഒരു കാര്യം മാത്രം ചെറിയൊരു വിഷമം തോന്നി. ഒന്നും അറിയാത്ത ഒരു വലിയൊരു അപകടമാണല്ലോ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ടത്തിക്കോട് അമ്പലം കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് പുതിയ ഇറങ്ങിയ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്രഹാം ഹോസ്ലറിൽ ഒരു ജയറാം ഇരിക്കണതും ഈ ഒരു ആൽത്തറയിൽ ഇരിക്കണതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻ മരിയ കലിപ്പിലാണ്. ആ ഒരു സിനിമയിലാണെങ്കിൽ അതിൽ ആ ഒരു പാട്ടിലത്തെ ഡാൻസിൻ്റെ ഭാഗവും അങ്ങനെ കുറച്ച് സീനൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ സത്യൻ അന്തിക്കാട് സിനിമകളൊക്കെ കാണുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയ ഒരു ഫീലാണ് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ തോന്നാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂട്ട് വരാതെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ളതിന് വേറൊരു ദുരുദ്ദേശം കൂടി ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപ്പുവട നല്ല സൂപ്പർ ടേസ്റ്റ്, അതായത് എന്താ പറയുക, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പരിപ്പോടെ കിട്ടുന്ന സ്ഥലം. പക്ഷെ നമ്മൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കണം അവിടെ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു കടയിലും കൂടി കയറി നോക്കി, അവിടെയും ഒന്നും കണ്ടില്ല. നമ്മൾ വിചാരിച്ച പോലത്തെ പരിപ്പോടെയൊന്നും നമുക്ക് കിട്ടാത്ത കാരണം പിന്നെ നമ്മളങ്ങനെ സംഭാരം മാത്രം കുടിച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി. പിന്നെ അത്യാവശ്യം നമ്മളുടെ ഉച്ചയിലത്തെ ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല. പരിപ്പോടെ കിട്ടുകയാണെങ്കിൽ മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിച്ചില്ലെങ്കിലും നമുക്ക് ഈവനിങ് ചായയുടെ സമയത്ത് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ പരിപ്പോടെ നമ്മൾ വിചാരിച്ചതൊന്നും കിട്ടാത്ത കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഈ ഒരു രണ്ട് സൈഡിലും ഇതേപോലെ ഒരുപാട് പാടം നിറഞ്ഞിട്ടുള്ള റോഡ് തന്നെയാണ് കേട്ടോ നമ്മൾക്ക് പോകാനായിട്ട് അത്യാവശ്യമുള്ളൂ. അങ്ങനെ നമുക്ക് പോണ വഴിക്ക് ഒരു കുഞ്ഞൊരു പീക്കോക്കിനെയും കാണാനായിട്ട് പറ്റി. അപ്പോൾ മക്കൾക്ക് അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ പോയത്. ഈ ഒരു മരത്തിൻ്റെ ബാക്ക് സൈഡിൽ, മരമല്ല, ഈ ഒരു ചെടിയുടെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും കാണാനായിട്ട് പറ്റി. പെൺമയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പീലിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു മയിലിനെയൊക്കെ നമുക്ക് തിരിച്ചു പോണ വഴിക്ക് അങ്ങനെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ പോയത്. വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ മഴയില്ലാത്ത കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പറമ്പും അതുപോലെ സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണാനായിട്ട് പറ്റി. കാരണം നമ്മൾ വന്ന തൊട്ട് തന്നെ നമ്മൾ വന്ന ദിവസം വലിയ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ അടുത്ത ദിവസം ഇങ്ങനെ നിൽക്കാതെ നല്ല മഴയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം നോക്കിയപ്പോൾ മഴയൊക്കെ മാറി നിൽക്കണം കണ്ടപ്പോഴായിരുന്നു പിന്നെ നമ്മളങ്ങനെ ഇറങ്ങിയത്. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും നമ്മൾ ഒരു ദിവസം എന്തായാലും നമ്മുടെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പറമ്പ് കാണാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ നമ്മുടെ സ്ഥലം മാത്രമല്ല, ഇതുപോലെ അതിൻ്റെ ചുറ്റും പാടത്തിൻ്റെ ഭാഗത്താണെങ്കിലും അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ പാടത്തിൻ്റെ വരമ്പിൻ്റെ ആ ഒരു വരമ്പത്തോടെ ആ ഒരു സൈഡിൽ കൂടെ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പെയ്തില്ല. അപ്പോൾ മഴ പെയ്തിട്ട് പിന്നെ അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കാലും കൈയൊക്കെ കഴുകി ഇറങ്ങിയത് പിന്നെ വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭാഗത്തേക്കൊന്നും നമ്മൾ ഇറങ്ങാതിരുന്നത്. ഇതായി കാണുന്നതൊക്കെ നമ്മുടെ
തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഈ ഒരു റോഡ് മാത്രമല്ല വേറെയും 2-3 റോഡ് വഴി നമുക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള ഒരു റോഡ് എന്ന് പറയുന്നത് ഈ ഒരു കോളേജിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയുള്ള, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാട് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ല റോഡിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റോഡ് വഴിക്ക് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ 2-3 റോഡ് വഴിക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്താം. അപ്പോൾ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല നാടൊക്കെ കണ്ട് നാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി തിരക്കുള്ള റോഡിലേക്ക് അടുത്ത യാത്ര.